കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP-യുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമുക്ക് വലിയൊരു തെറ്റായ സന്ദേശം പകർന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളും, അത് ഏത് മാധ്യമങ്ങളെന്ന് പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക കൊടുംഭീകരന്മാരായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകമായിട്ടുള്ള ചാനലുകാർ അടക്കമുള്ള ആളുകൾ കൊടുത്ത വാർത്ത, അതിൽ ഏഷ്യാനെറ്റ് കൊടുത്ത വാർത്തയുടെ ശകലം നിങ്ങളെ കേൾപ്പിക്കാം. മറ്റൊന്നിലേക്കും നമ്മളത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയതിന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭീഷണി. പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലാണ് സംഭവം. അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ VHP പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. വിവരങ്ങളുമായി ആത്തിഫ് മുഹമ്മദ് ആണ് ചേരുന്നത്. ആത്തിഫ്, മതേതര കേരളമാണ്, എല്ലാ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഭീഷണി വന്നത്? പോലീസ് നടപടിയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? മീര, വെള്ളിയാഴ്ചയായിരുന്നു സംഭവം നടന്നത്. ക്രിസ്മസ് അവധിക്ക് മുന്നോടിയായി പരീക്ഷയ്ക്ക് ശേഷം അധ്യാപകരുടെ നേതൃത്വത്തിൽ ചെറിയ കുട്ടികളാണ്, UP സ്കൂളാണ്, ചിറ്റൂരിലെ നല്ലേപ്പള്ളി UP സ്കൂളിലെ ചെറിയ കുട്ടികൾ, അധ്യാപകർ ഇവരെല്ലാം ചേർന്ന് സാന്തായുടെ തൊപ്പിയും വെച്ച് ഒരു കേക്ക് മുറിച്ചു, മധുരം പങ്കിട്ടു. ഈ സമയത്തായിരുന്നു VHPയുടെ 2 ജില്ലാ ഭാരവാഹികൾ, ഒരു പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ സ്കൂളിലേക്ക് വരുന്നത്. നമുക്ക് പേര് വായിക്കാം. ഈ VHPയുടെ ജില്ലാ സെക്രട്ടറിയായ അനിൽകുമാർ, ജില്ലാ സംയോജകമായിട്ടുള്ള സുശാസനൻ, അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി കൂടി, അതായത് പഞ്ചായത്ത് സെക്രട്ടറി കൂടിയാണ് വന്നത്. ഇങ്ങനെ 3 പേരാണ് ഈ സ്കൂളിൽ. മാന്യപ്രേക്ഷകരെ, ഈ വാർത്ത എല്ലാ ചാനലുകളിലും കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ള ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരിക, ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ? കാരണം എന്തിനാണ് ഇങ്ങനെ ഒരു ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കുന്നതിന് ഇത്ര കണ്ട് അസഭ്യം വിളിച്ചു പറയുക, അധ്യാപകന്മാരെ ഭീഷണിപ്പെടുത്തുക എന്ന് ഏതൊരു സാധാരണക്കാരന്റെ മനസ്സിലേക്ക് വന്നാലും അവരെ കുറ്റപ്പെടുത്താനാവില്ല. പക്ഷെ അതിന് പിറകിലെ പച്ചയായ മതവർഗീയത, അതല്ലെങ്കിൽ ഹിന്ദു സംഘടനകളെ കരിവാരി തേക്കൽ എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് മാധ്യമങ്ങളിലൂടെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ഈ വാർത്തയിലൂടെ. എങ്ങനെയാണ്? നമുക്കറിയാം, VR രാജശേഖരജി VHPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ആധികാരികമായിട്ട് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് പ്രതികരിക്കാൻ അറിയാവുന്ന ആൾ അദ്ദേഹം തന്നെയാണ്, അവകാശപ്പെട്ട ആൾ അദ്ദേഹം തന്നെയാണ്. എങ്ങനെയാണ് രാജശേഖരജി ഈ ഒരു വാർത്തയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള സംഭവം എന്താണ്? എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇതിനെ ഇങ്ങനെ വളച്ചൊടിച്ച് അവർക്ക് സൗകര്യപ്രദമാക്കിയത്? എങ്ങനെയാണ് സാർ പ്രതികരണം? എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാദര നമസ്കാരം. ബഹുമാനപ്പെട്ട ബൈജു ഇവിടെ കേൾപ്പിച്ച ഓഡിയോയിൽ തന്നെ വ്യക്തമാണ്, ഇത് അബദ്ധജടിലവും അവാസ്തവുമായ എന്നാൽ അർദ്ധസത്യങ്ങളുണ്ട് താനും, നിഷേധിക്കുന്നില്ല. ഒരിക്കലും സ്കൂളിനകത്ത് ചെന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർ യാതൊരു വിധമായ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ആദ്യമേ തന്നെ വളരെ വ്യക്തമായി ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തിയതിന്റെ ഒരു വിശദാംശങ്ങൾ ഇവിടെ വ്യക്തമാക്കുകയാണ്. സംഭവം 20-ാം തീയതി പരീക്ഷ കഴിഞ്ഞു എന്ന് പറയുന്നത് സത്യമാണ്. 20-ാം തീയതി പ്രവൃത്തി ദിവസമാണ്. 20-ാം തീയതി വൈകുന്നേരമാണ് സ്കൂള് അവധിയായി ക്രിസ്തുമസ് അവധിക്ക് വേണ്ടിയിട്ട് സ്കൂൾ അടയ്ക്കുന്നത്. ഇവിടെ പതിവിന് വിപരീതമായി കേരളത്തിലെ ഒരു സ്കൂളുകളിലും നാം ആലോചിച്ച് നോക്കണം, ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ പോലും ഇത്തരത്തില് ഒരു പരിപാടി എങ്ങനെ സ്കൂളിൽ കേക്ക് മുറിക്കുന്നതിന് ആർക്ക് ഛേദം? ആർക്കും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ സെക്രട്ടറി ഒന്നും അറസ്റ്റ് ചെയ്തിട്ടുമില്ല, ജില്ലാ സെക്രട്ടറി അതിന് പോയിട്ടുമില്ല. ജില്ലയുടെ ജോയിന്റ് സെക്രട്ടറി പോയി എന്നുള്ളത് അംഗീകരിക്കുന്നു. ബജരംഗദളിന്റെ ജില്ലാ സംയോജകനും കൂടി അതുവഴി പോകുന്ന സമയത്ത് അവർ കാണുന്നത്
കൃത്യമായ കാര്യമാണ്. ഇത് സ്കൂൾ ഹെഡ്മിസ്ട്രസ് അംഗീകരിച്ച വിഷയമാണ്. അതായത് കൊച്ചു കുഞ്ഞുങ്ങൾ, ഏതായാലും ഇവിടുത്തെ ഷംസുദ്ദീനോ ആ റിപ്പോർട്ടർ തന്നെ സമ്മതിച്ചു, നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ കൊച്ചു കുഞ്ഞുങ്ങളെയാണ്, കൊച്ചു കുരുന്നുകളെയാണ്. സത്യമാണ്, ആ കുരുന്നുകളെ സാന്താക്ലോസിന്റെ വേഷമണിയിച്ച് മുഴുവൻ ആളുകൾക്കും മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയാണ്. മുഴുവൻ അധ്യാപകരും അനധ്യാപകരും കുട്ടികളെയും പ്രത്യേകമായ ഈ വേഷം ധരിപ്പിച്ച് സ്കൂളിൽ കേക്ക് മുറിച്ചോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇവര് കാണുന്നത്, റിപ്പോർട്ട് ചെയ്തത്, സ്കൂളിന് വെളിയിലേക്ക് വാദ്യമേളങ്ങളോടുകൂടി ഒരു ഘോഷയാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന് 100% അർഹതയുണ്ട് ക്രിസ്തുമസ് ആഘോഷിക്കാൻ. ആർക്കു വേണേലും ആഘോഷിക്കാം, അതിന് വിശ്വഹിന്ദു പരിഷത്ത് എതിരല്ല. പക്ഷേ മതമില്ലാത്ത ജീവനെ വളർത്തിയെടുക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ്, നാം ആലോചിച്ച് നോക്കണം. മതമില്ലാത്ത ജീവനാണ് അവരുടേത്. ആ മതമില്ലാത്ത ജീവന് വേണ്ടി വാദോരാതെ പ്രസംഗിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്കൂളാണ് നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂള്. ആ ഗവൺമെന്റ് UP സ്കൂളിലെ അവിടെ മാത്രമായി ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് ആരുടെ തീരുമാനം? അവിടെ പറയുന്നത്, ഹെഡ്മിസ്ട്രസ് പറഞ്ഞ പച്ചയായ പരമാർത്ഥം, ചില കുട്ടികളും ചില അധ്യാപകരും ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഇതിന് അനുവാദം കൊടുത്തുപോയി. അവിടെ ഈ ഘോഷയാത്രയായി ഇവർ പുറത്തേക്ക് വരുമ്പോൾ ഇത് തെറ്റാണ്, ഇത് ബാലപീഡയാണ്, കൊച്ചു കുഞ്ഞുങ്ങൾ, ഇതിനകത്ത് എല്ലാ മതവിഭാഗങ്ങളും ഉണ്ട്. ഞങ്ങൾ ഹിന്ദു കുട്ടികളുടെ കാര്യം മാത്രം നിങ്ങളെ ബോധ്യപ്പെടുത്തട്ടെ. ഹിന്ദു കുട്ടികളെ നിങ്ങൾ നിർബന്ധപൂർവം ഈ വേഷം അണിയിച്ച് അവരെ ഈ തെരുവിലൂടെ നടത്തുന്നത് അവരുടെ ഇഷ്ടത്തിനെ മാനിച്ചുകൊണ്ടാണോ, അവരുടെ സമ്മതത്തോടു കൂടിയാണോ, അവരുടെ അനുമതിയോടുകൂടിയാണോ, അവരുടെ രക്ഷകർത്താക്കളുടെ അറിവോടുകൂടിയാണോ, അവരുടെ അനുമതിയോടുകൂടിയാണോ അല്ല എന്നത് ഇന്നലെ രാത്രിയിലും ഇന്നലെ പകലുമായി മുഴുവൻ കുടുംബങ്ങളിലും ബന്ധപ്പെട്ട് അവരത് രേഖാമൂലം പരാതി വിശ്വഹിന്ദു പരിഷത്തിന് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ കുട്ടികളുടെ അറിവോടുകൂടിയല്ല, ഞങ്ങളുടെ കുട്ടികളുടെ സമ്മതത്തോടു കൂടിയല്ല ഇപ്രകാരം ഇത് നടത്തിയിട്ടുള്ളത്. നാം ആലോചിച്ച് നോക്കണം. ഇവിടെ ബാലാവകാശ കമ്മീഷനുണ്ട്. പണ്ട് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകനെ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്ത് കർണാടക പോലീസ് തെളിവെടുപ്പിന് വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പോ അദ്ദേഹത്തിന്റെ മകനെയും കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും വീട്ടുകാരും ഒക്കെ ആ വീട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ബാലാവകാശ കമ്മീഷൻ ഓടിയെത്തി. എന്താണ്, ആ കുഞ്ഞിന് യൂണിഫോമിലുള്ള പോലീസിനെ കണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സന്നാഹം കണ്ടിട്ട് അതിന് മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അതേ ബാലാവകാശ കമ്മീഷനോടും CWCയോട്, സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയോട്, ജുഡീഷ്യൽ അധികാരമുള്ള കമ്മിറ്റിയാണല്ലോ, പക്ഷെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിക്കാരോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? ഇപ്പൊ ഇത്രയും സമയമായല്ലോ, 72 മണിക്കൂർ പൂർണ്ണമാവാൻ പോകുന്നല്ലോ, നിങ്ങൾ എന്ത് നടപടി എടുത്തു? അപ്പൊ ഹിന്ദു കുട്ടികളുടെ മേലെ അവരെ ഏത് രീതിയിലും, ഞാൻ വളരെ വ്യക്തമായി ഇവിടെ ആരോപണം ഉന്നയിക്കുന്നത്, ഇവിടുത്തെ മതപരിവർത്തന ലോബിയുടെയും ഇസ്ലാമിക തീവ്രവാദികളുടെയും കയ്യിൽ നിന്നും പണം പറ്റിക്കൊണ്ട് 2 ലക്ഷ്യമായിരുന്നു. ഒന്ന്, മതപരിവർത്തന ലോബിക്ക് ഈ കൊച്ചു കുരുന്നുകളുടെ ഹൃദയ കമലങ്ങളിലേക്ക് യേശുദേവനെ സംബന്ധിച്ച ഒരു ചിന്താഗതി, ഇത് നമ്മുടെ കടമയാണ്, നമ്മുടെ ധർമ്മമാണ് എന്നൊക്കെ തെറ്റായി അവരുടെ കുരുന്ന് മനസ്സിലേക്ക് ഉറപ്പിച്ചു വിടുന്നതിനുള്ള ഒരു കുൽസിതമായ ഒരു കുതന്ത്രമാണ് ഇവിടെ വിനിയോഗിച്ചത്. ആ കുഞ്ഞുങ്ങളെ ഈ വേഷമൊക്കെ കെട്ടി. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കും, ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഈ സാന്താക്ലോസിന്റെ വേഷമണിയിച്ച് അവരെ ഈ ക്രിസ്തുമസ് ആഘോഷത്തില് അവരെ പങ്കാളികളാക്കാൻ ഇവർക്ക് ആരാണ് അവകാശം കൊടുത്തത്? അതോ ഇവിടെ നിയമമുണ്ടോ? കേരള വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ടോ? വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർ ചോദിച്ചതേ ഉള്ളൂ. നിങ്ങൾ ആ ഉത്തരവ് ഒന്ന് കാണിക്കണം. ഇവിടെ ദേശീയോത്സവമായ ഓണത്തിന് അത്തപ്പൂവിടൽ
സർക്കാർ ഓഫീസുകളിലെ ചിലരൊക്കെ അത് ചെയ്യുമായിരുന്നു. അത് ചെയ്യുന്നതിനെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി തന്നെ പൊതുഭരണ വകുപ്പിനെ കൊണ്ട് അവിടെ സർക്കുലർ ഉത്തരവിറക്കി. എന്താണെന്നറിയാമോ? പ്രവൃത്തി സമയത്ത്, പ്രവൃത്തി ദിനത്തിൽ അത്തപ്പൂക്കളം ഒരുക്കുന്നത് അനുവദിക്കരുത്, അനുവദിക്കില്ല, അവരനുവദിക്കില്ല. ഇവിടെ നാം ആലോചിച്ച് നോക്കണം, ഇത് പ്രവൃത്തി ദിവസമാണ്. HM നിഷേധിക്കാൻ പറ്റുമോ? ഈ സംഭവം നടക്കുന്നത് 2 മണിക്കാണ്. 20-ാം തീയതി 3:30 മണി വരെ അഥവാ 4 മണി വരെ സ്കൂൾ പ്രവൃത്തി സമയമായിരിക്കെ അവിടെ ഈ കുരുന്നുകളെ ആ നട്ടുച്ചയ്ക്ക് ഇവരെ ഈ വേഷം കെട്ടിച്ച് എഴുന്നള്ളിച്ചതിന്റെ പിന്നിൽ, അതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ് എന്ന് നമുക്ക് സംശയമുണ്ട്. ആ സംശയം ദൂരീകരിക്കാൻ വേണ്ടിയാണ് അവർ അവിടേക്ക് ചെല്ലുന്നതും ചോദിക്കുന്നതും. അവർ പറഞ്ഞൊരു കാര്യം ചെയ്ത് നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇവരെ നേരെ സ്കൂളിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അവിടുത്തെ ഹെഡ് മിസ്ട്രസ് ആണ് അവരെ കൂട്ടിക്കൊണ്ടുപോയത്. ആ ഹെഡ് മിസ്ട്രസിന്റെ വാക്കുകളായിരുന്നു ഞാൻ നേരത്തെ ഉദ്ധരിച്ചത്. ചില അധ്യാപകരും ചില കുട്ടികളും, അപ്പൊ എല്ലാ കുട്ടികളും ഇല്ലല്ലോ, എല്ലാ അധ്യാപകരും ഇല്ലല്ലോ, എല്ലാ അനധ്യാപകരും ഇല്ലല്ലോ, HMന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമല്ലേ? അവര് നിർബന്ധം പറഞ്ഞപ്പോ ഞാൻ അതിനെ അനുവദിക്കുകയായിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ലല്ലോ. ഇത്രയും യൂണിഫോം, കുഞ്ഞുങ്ങളുടെ അളവിനനുസരിച്ചുള്ള വസ്ത്രങ്ങള്, ഇതെല്ലാം തന്നെ തയ്യാറാക്കണമെങ്കിൽ ഇത് വളരെ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് ഇത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അവർക്ക് അവിടെ ഇത് ചെയ്യാൻ പറ്റുകയുള്ളല്ലോ. ആ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് വാസ്തവത്തിൽ ഹെഡ് മിസ്ട്രസ് ഹിന്ദു സംഘടനാ പ്രവർത്തകരെ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ ചുമതലക്കാരോട് മാപ്പ് പറഞ്ഞു. ഇനി മേലിൽ ഇത് ആവർത്തിക്കില്ല. ഇവിടെ ഇത് പറഞ്ഞ അല്ലെങ്കിൽ ഇവിടെ ഉദ്ധരിച്ച വാർത്താ ചാനലുകളോട് അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ. ഒരാഴ്ചയായില്ലല്ലോ സുഹൃത്തെ, ശബരിമലയ്ക്ക് പോവാൻ വൃദ്ധധാരികളായ വിദ്യാർത്ഥിനികള് കോഴിക്കോട്ടെ ഒരു കലാലയത്തില് അവര് കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നപ്പോ അവര് മതവെറിയന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പുറത്താക്കിയപ്പോ ഈ ചാനലുകാരൊക്കെ എവിടെയായിരുന്നു? ഈ വാർത്താ മാധ്യമങ്ങളൊക്കെ എവിടെയായിരുന്നു? ഡിഫിക്കാരൻ അവിടെ കറുപ്പ് വസ്ത്രം ഉരിഞ്ഞിട്ടാടേണ്ടിയിരുന്നില്ലേ? യൂത്ത് കോൺഗ്രസ്സുകാരൻ അവിടെ കറുപ്പെടുത്തുകൊണ്ട് അഴിഞ്ഞാടേണ്ടതില്ലായിരുന്നു? അപ്പൊ ഇതൊക്കെ അതിനെയൊക്കെ അനുവദിക്കുകയും ഇവിടെ മതപ്രീണനമാണ് ചെയ്യുന്നത്. തെറ്റായ സന്ദേശം പകർന്നു കൊടുക്കുന്നതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു നടപടിയാണ് ചെയ്തത്. മറ്റൊരു ദൃഷ്ടാന്തം ചോദിക്കട്ടെ. നിങ്ങൾ എവിടെയായിരുന്നു? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു വടകരയിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്കൂളാണ്, എയ്ഡഡ് മേഖലയിലെ സ്കൂളാണ് എന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ആലോചിച്ച് നോക്കണം. എയ്ഡഡ് മേഖലയിലെ സ്കൂളാണ്. ആ സ്കൂളിന്റെ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ആ വ്യക്തിയാണ്, ആ സ്വകാര്യ വ്യക്തിയാണ്. അയാളുടെ പണം ഉപയോഗിച്ചാണ്. അത് ഒരു സ്ത്രീ ആയിരുന്നില്ലേ? ആ സ്ത്രീയെ അതിന്റെ ഗൃഹപ്രവേശനവുമായി ബന്ധപ്പെട്ട് ആ സരസ്വതി മന്ദിരത്തില് ഒരു പൂജ അറേഞ്ച് ചെയ്തു. ആ പൂജ, ആ നിലവിളക്കുകൾ ഒരുക്കുകളെല്ലാം സഖാക്കന്മാരുടെ നേതൃത്വത്തില് തൊഴിച്ചെറിഞ്ഞത് മതേതരത്വം അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അവിടെ അതൊരു ഗവൺമെന്റ് സ്കൂളല്ല, എയ്ഡഡ്, കേവലം ഗവൺമെന്റ് എയ്ഡ് പറ്റുന്ന എയ്ഡഡ് സ്കൂൾ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ അതുപോലും പറ്റില്ല. ഇവിടെ ഇതിനെ ഒത്താശ ചെയ്യുകയും ഈ മാധ്യമങ്ങളുടെ ഈ ഇരട്ടത്താപ്പ്, ഈ ഹിന്ദു വിരുദ്ധമായ നിലപാട് ഇത് ഇന്നാട്ടിലെ ഹിന്ദുക്കൾ തിരിച്ചറിയണം. ഈ മാധ്യമങ്ങൾ കാട്ടുന്ന ഈ വർഗീയ വിഷം ചീറ്റുന്ന ഹിന്ദു വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഈ മാധ്യമങ്ങളെ തിരിച്ചറിയണം ഇവിടുത്തെ പൊതു ഹിന്ദു സമൂഹം. നീതിക്ക് വേണ്ടി നിലകൊള്ളേണ്ട മാധ്യമധർമ്മം നിർവഹിക്കാതെ ഒരു പക്ഷത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നത് ആരാ അലങ്കോലപ്പെടുത്തിയത്? ആർക്ക് എന്തെങ്കിലും അവിടെ ഒരു സംഭവം ഉണ്ടായോ? എന്താണ് ഇവർ കേസെടുക്കാനായിട്ട്? മതപരമായിട്ട് അതിനകത്ത് FIRന്റെ കോപ്പി ഞാൻ വായിക്കാനിടയായി. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അതായത് ഗവൺമെന്റ് ഉത്തരവുണ്ടോ, നിങ്ങള് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുമോ ഇതുപോലെ? ഇതാണ് വലിയൊരു അപരാധം. അതാണ് ഒരു അഭിമാനിയായ ഹിന്ദു അവന്റെ കുട്ടികളെ അത് ചോദിക്കാൻ പോലും അവന്റെ അനുവാദമില്ലാതെ
ആ കുട്ടികളെ മറ്റൊരു മതവിഭാഗത്തിന്റെ ആചാരപരമായ പരിപാടികളില് പങ്കെടുപ്പിക്കുമ്പോ, തെരുവിലേക്ക് കൊണ്ടുപോകുമ്പോ അതിനെതിരെ ശബ്ദം ഉയർത്താൻ പോലും. അപ്പൊ ഇവിടെ ഇതെന്താ ഇത്? ഹിന്ദു ഇവിടെ നാവടക്കി ജീവിക്കണോ? വെള്ളരിക്കപ്പെട്ടണമോ? അപ്പൊ ഇവിടെ അത് ചോദ്യം ചെയ്തതേ ഉള്ളൂ. HMന് മനസ്സിലായി, ഹെഡ് മിസ്ട്രസ് മാപ്പിരുന്നു, വ്യക്തമാണ്. പിന്നെ എവിടെയാണ് രണ്ടാമത് സംഭവിച്ചത് എന്താണെന്നറിയാമോ? അന്നേരമാണ് ഇടതുപക്ഷ അധ്യാപക യൂണിയന്റെ ആളുകളാണ് പിന്നീട് ഈ അധ്യാപികയെ നേരിൽ കാണുകയും അവരെ വിളിച്ചുകൊണ്ടുപോയി അവരെ കൊണ്ട് അവരുടെ താല്പര്യമില്ലാതെ അവരെ നിർബന്ധിച്ച് അവരെ കൊണ്ട് കേസ് കൊടുപ്പിക്കുകയാണ്. ഇന്നിപ്പോ അവിടുത്തെ രക്ഷിതാക്കള് അവര് നേരെ HMനെതിരെ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങളുടെ കുട്ടികളെ അന്യമത ചിഹ്നങ്ങൾ അണിയിച്ചുകൊണ്ട് ആ മതപ്രചരണത്തിന് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ ഉപയോഗിച്ചതിന് സമാധാനം പറയണം, അതിന് പോലീസ് കേസെടുക്കട്ടെ. അവിടെ മതസ്പർദ്ധ വളരുന്നില്ലേ? ഈ പണി ചെയ്യിക്കുന്നതിന് നാം ആലോചിച്ച് നോക്കണം. ഒരു കഴിഞ്ഞ വർഷമാണ് കോട്ടാങ്ങലിലെ ഡിസംബർ 6-ാം തീയതി 2023 ഡിസംബർ 6-ാം തീയതി സംഭവിച്ചതാണ്. കോട്ടാങ്ങൽ സ്കൂളില് അവിടുത്തെ SDPIയുടെയും PFIയുടെയും ഒക്കെ ആളുകൾ ചേർന്നിട്ട്, സുഡാപ്പികൾ പൊതുവെ ഭൂരിപക്ഷമുള്ള ഒരു മേഖലയാണ് കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്ത്. അവിടുത്തെ സ്കൂളിലെ ഹിന്ദു കുട്ടികളുടെ വേഷത്തില്, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വേഷത്തില് അവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്, ഞാൻ ബാബറി, ഐ ആം ബാബറി. ഇവിടെ മതസ്പർദ്ധ വളർന്നില്ലേ? ഇത് തെറ്റല്ലേ? ഇത് ശരിയാണോ? ഇതിനെ ന്യായീകരിക്കുകയാണോ? നാം ആലോചിച്ച് നോക്കണം. അപ്പൊ ഇവിടെ മറ്റുള്ളവർക്ക് എന്തുമാവാം, ഹിന്ദു അവനെതിരെ ഉയർന്നു വരുന്ന ഈ വെല്ലുവിളിയെ ചോദ്യം ചെയ്യാൻ പോലും പാടില്ല എന്ന് പറയുന്നത് അത് ഫാസിസമാണ്. ആ ഫാസിസം ഒന്നും ഇവിടെ അംഗീകരിച്ചു കൊടുക്കുകയില്ല. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ ഒരു പോലീസിന്റെ അറസ്റ്റ് കൊണ്ടോ, കോടതിയിൽ വരട്ടെ, കോടതിയിൽ അതിനെ നിയമപരമായി തന്നെ ഇതിനകത്ത് AEO എന്ത് പറയുന്നു എന്നറിയാനായിട്ട് രക്ഷകർത്താക്കൾ കൊടുത്ത കേസിനെ സംബന്ധിച്ച്, വിശ്വഹിന്ദു പരിഷത്ത് കൊടുത്ത കേസിനെ സംബന്ധിച്ച് AEOയും DEOയും അതേപോലെ തന്നെ DDEയും DPIയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും എന്ത് പറയുന്നു എന്ന് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് നാം ആലോചിച്ച് നോക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇത് ഇവിടെ മുളയിലെ നുള്ളിയില്ല എങ്കിൽ ഇത് പിന്നീട് നമുക്ക് യാതൊരു എതിർപ്പുമില്ല. നിങ്ങൾ ശ്രീകൃഷ്ണ ജയന്തിയോട് ആഘോഷിക്കട്ടെ, വിഷു കൂടി ആഘോഷിക്കട്ടെ, നബിദിനത്തിന് റാലി നടക്കട്ടെ, ശിശുദിന റാലി മാതിരി നബിദിന റാലിയും നടത്തിക്കോട്ടെ. സർവധർമ്മ സമഭാവനയോട് ഞങ്ങൾ യോജിക്കുന്നു, ഇവിടെ യാതൊരു എതിർപ്പുമില്ല. പക്ഷേ അതെല്ലാം നിഷിദ്ധവും, ഇത് മാത്രമാണ് ശരി. പതുക്കെ ഞാൻ ബാബറി എന്ന് മുസ്ലിം കുട്ടികളുടെ പേരിൽ എഴുതി വെക്ക, ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് ഹിന്ദു കുട്ടികളുടെ ശരീരത്തിൽ എഴുതി ഒട്ടിക്കുന്നത് ഇതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതിന് രണ്ടു പക്ഷമില്ല, യാതൊരു വിധമായ തർക്കവുമില്ല. അതിനെ അതിശക്തമായി പ്രതിരോധിക്കും, പ്രതിഷേധിക്കും, നിയമ നടപടി സ്വീകരിക്കും. ഇവിടെ നാം ആലോചിച്ച് നോക്കേണ്ട നിരവധി സംഭവ വികാസങ്ങളുണ്ട്. ഒരു കാലഘട്ടത്തില് ചെങ്ങന്നൂർ മഹാദേവനെ എഴുന്നള്ളിച്ചിരുന്നത് ആറാട്ടുപുഴയിൽ നിന്നായിരുന്നു. അങ്ങനെയാണ് ആ കടവിന് ആറാട്ടുപുഴ എന്ന പേര് പോലും വന്ന്. പമ്പയുടെ ആ ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 3-3.5 കിലോമീറ്റർ ആറന്മുളയ്ക്ക് പോകുന്ന റൂട്ടിൽ ആറാട്ടുപുഴയിൽ നിന്നായിരുന്നു വന്നിരുന്നത്. അവിടെ ചില മതവെറിയന്മാരെ ആ ആറാട്ട് തടയുകയും ആനയുടെ തുമ്പിക്കൈ വെട്ടുകയും ആനയുടെ വാല് വെട്ടുകയും എത്ര ഹിന്ദുക്കളുടെ ചേതനയറ്റ ശരീരമായിരുന്നു ആ പമ്പയുടെ മുകൾ പരപ്പിലൂടെ 2-3 ദിവസം കഴിഞ്ഞപ്പോ കാകനും കഴുകനും കൊത്തി വലിച്ചു ഒഴുകി നടന്നത് എന്ന് കാണുമ്പോ അന്ന് മഹാരാജാവും പറഞ്ഞു എന്തായിരുന്നു, ഹിന്ദുക്കളോട് പറഞ്ഞു സഹിച്ചോളാൻ പറഞ്ഞു, ക്ഷമിച്ചോളാൻ പറഞ്ഞു, ഇനി ആറാട്ടുപുഴയിലേക്ക് എഴുന്നള്ളിക്കണ്ട എന്ന്. ഇന്ന് അഭിമാനമുള്ള ഹിന്ദു കഴിഞ്ഞ 30-35 വർഷങ്ങളായിട്ട് ആറാട്ട് അനുസ്മരണ ഘോഷയാത്ര നടത്തുമ്പോ പുത്തങ്കാവ് തെരുവില് ആ പുത്തങ്കാവ് പള്ളിയുടെ ഭരണാധികാരികളടക്കം ആവേശപൂർവ്വം, സന്തോഷപൂർവ്വം, അഭിമാനത്തോടുകൂടി അവിടെ വന്ന് ഞങ്ങളെ സ്വീകരിക്കുന്നു, ഹിന്ദുക്കളെ സ്വീകരിക്കുന്നു. അതേപോലെ തന്നെ ക്രൈസ്തവരുടെ ക്രിസ്തുമസിനെ
ഒരു കാരണവശാലും ഒരു ഹിന്ദു എതിർക്കില്ല. അതിനോട് സമന്വയത്തിന്റെ ഭാവമാണ്, സഹകരണത്തിന്റെ ഭാവമാണ്. പക്ഷേ സർക്കാർ സംവിധാനങ്ങളെ മതകലഹം ബോധപൂർവം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം കുൽസിതമായ നടപടികളുമായി വന്നാൽ അതിനെ ഞങ്ങൾ എതിർക്കും. ഇവിടെ ക്രൈസ്തവരുമായി യാതൊരു പ്രശ്നവും ഇല്ല. അവിടുത്തെ HM ക്രിസ്ത്യാനിയല്ല, HM ഹിന്ദുവാണ്, ഹിന്ദു നാമധാരിയാണ്. പക്ഷേ ഈ മുഴുവൻ അധ്യാപകരെയും, മാതൃകാപരമായ അനധ്യാപകരെയും ആ കലാലയത്തിൽ നിന്നും അവരുടെ പേരിൽ നടപടി സ്വീകരിക്കണം. ഏറ്റവും കുറഞ്ഞത് അവരെ ഒന്നുകിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം. അവർക്ക് യാതൊരു ഉത്തരവുമില്ലാതെ പ്രത്യേകമായ ഒരു മതവിഭാഗത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങള് അവിടുത്തെ പ്രവൃത്തി സമയത്ത് നടത്തിയതിന്റെ ഉത്തരവാദിത്വം ഹെഡ് മിസ്ട്രസിനും അവിടുത്തെ അധ്യാപകർക്കും അനധ്യാപകർക്കുമാണ്. അവരുടെ പേരിൽ മതസ്പർദ്ധ വളർത്തിയതിന് പോലീസ് കേസെടുക്കേണ്ടതാണ്. മതവിവേചനമാണ്, മതവെറിയാണ് അവിടെ കാട്ടിക്കൂട്ടിയത്. അതിനവര് സമാധാനം പറഞ്ഞു. രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ കൂട്ടിയടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കുൽസിതമായ ശ്രമമാണ് ഈ അധ്യാപകരും അനധ്യാപകരും ചേർന്ന് അവിടെ സംഘടിപ്പിച്ചത്. അതിന്റെ പിന്നിലുള്ള നടപടികൾ, ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അതിനെ സംബന്ധിച്ച് കണ്ടെത്തുക തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരം നടപടികൾ ഒന്നൊന്നായിട്ട് വരുന്നത് ആലോചിച്ച് നോക്കണം. മുളയിലെ നുള്ളിയില്ല എങ്കിൽ ഹിന്ദുവിന്റെ അനുഭവം അതാണ്. എവിടെയാണോ ഇവിടെ സ്വാമി വിവേകാനന്ദന്റെ കംപ്ലീറ്റ് വർക്സിൽ അദ്ദേഹത്തിന്റെ ഒരു ജീവിതാനുഭവം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? അദ്ദേഹത്തെ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് തെരുവ് നായ്ക്കൾ അദ്ദേഹത്തെ കടിക്കാനായിട്ട് ഓടിച്ചു. അദ്ദേഹം ഓടി. അപ്പൊ ആ സമയത്താണ് അദ്ദേഹത്തിന് ഒരു ഉൾവിളി മാതിരി, ഒരു അശരീരി മാതിരി അദ്ദേഹത്തിന് തോന്നി. നിക്കടാ, തിരിഞ്ഞു നിക്കടാ, ഈ അനീതിക്കെതിരെ എതിർക്കടാ, തിരിച്ചോടിക്കടാ എന്ന് പറഞ്ഞു. തിരിഞ്ഞു നിന്ന് അടിച്ചോടിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ നായ്ക്കള് കൂട്ടത്തോടെ തിരിഞ്ഞോടിയ അനുഭവമുണ്ട്. അപ്പൊ ഇവിടെ നാം കാണേണ്ട കാര്യമുണ്ട്. ഹിന്ദു ഏതെല്ലാം അവസരത്തിലാണോ അവന് നേരെ വന്നിട്ടുള്ള, അവനെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അവനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തിയാൽ, അവൻ പ്രതികരിച്ചില്ല എങ്കിൽ അവന്റെ മേൽ മാടം കിട്ടും എന്നതിന് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. നാം ആലോചിച്ച് നോക്കാമല്ലോ. ശബരിമലയിലെ തീവെപ്പ് നടന്നു. അത് കഴിഞ്ഞ് 1983 അവിടെ കുരിശ് കൊണ്ട് സ്ഥാപിച്ച ഈ ചരിത്രമൊക്കെ അറിയാമല്ലോ. ആ പ്രശ്നങ്ങളെല്ലാം ഗവൺമെന്റ് രമ്യമായി പരിഹരിച്ചു എന്ന് വേണമെന്ന് പറയാം. അപ്പൊ അങ്ങനെ പരിഹരിച്ചതിന്റെ അടിസ്ഥാനത്തില് 25 ഹെക്ടർ സ്ഥലം ആങ്ങമൂഴിയിൽ കൊടുത്തു. ആങ്ങമൂഴിയിൽ കിട്ടിയ സ്ഥലം നിലയ്ക്കൽ ഭദ്രാസനം എന്ന് പേരിട്ടുകൊണ്ട് എക്യുമെനിക്കൽ ദേവാലയം ആരംഭിച്ചു. അവിടെ എന്തിനായിരുന്നു ശബരിമല മേൽശാന്തിയെ ആ എക്യുമെനിക്കൽ ദേവാലയത്തിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ കുർബാന സ്വീകരിപ്പിച്ച് കുമ്പസരിപ്പിച്ച് അതിന്റെ വീഡിയോ തയ്യാറാക്കി തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ആന്ധ്രയിലെയും ചേരി പ്രദേശങ്ങളിലെ തെറ്റായ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് ശബരിമലയിൽ ഇരിക്കുന്ന നിങ്ങളുടെ അയ്യപ്പന്റെ മുഖ്യ പൂജാരി ആങ്ങമൂഴി പള്ളിയിൽ വന്ന് കുമ്പസരിച്ച് കുർബാന സ്വീകരിച്ചതിന് ശേഷമാണ് ശബരിമല നട തുറക്കുന്നത് എന്നൊക്കെ തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചിട്ട് ആലോചിച്ച് നോക്കണം. ആ പാതിരിമാരുടെ പേരിൽ, ആ സഭയുടെ പേരിൽ, ആ കമ്മിറ്റിയുടെ പേരിൽ എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചു? ഇവിടെ പോലീസിനും പറഞ്ഞു ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പ്രേരിതമായി ക്രിസ്തുമസിന്റെ ഈ സാഹചര്യത്തില് നാം ആലോചിച്ച് നോക്കണം. ശബരിമലയ്ക്ക് പോകുന്നതിന് ട്രാൻസ്പോർട്ടേഷനിൽ ബുദ്ധിമുട്ടിക്കുന്നതായ സർക്കാര് കൃപാസനം പത്രം മടക്കി പള്ളക്ക് വെച്ച് കമിഴ്ന്നു കിടന്നാൽ 9 മാസം കഴിയുമ്പോൾ പൊന്നോമന പുത്രനെ കയ്യിൽ കിട്ടുമെന്ന് പറയുമ്പോ അതിനെതിരെ ഡിവൈഎഫ്ഐക്കാരൻ ഒരു സമരം നടത്തിയോ? ഒരു ജാഥ നയിച്ചോ? യൂത്ത് കോൺഗ്രസ്സുകാരൻ നടത്തിയോ ജാഥ? എവിടെ ഡിവൈഎഫ്ഐക്കാരൻ എപ്പോഴും എന്താ ചെയ്യുന്നത്? ധർമ്മശാസ്താവിന്റെ ചിത്രം വരച്ചിട്ട് അതിന്റെ മുകളിലൂടെ ഭഗവാന്റെ തലയിലൂടെ ഋതുമതിയുടെ രക്തം ഇറ്റിച്ചു വീഴുന്ന ചിത്രം കലാലയങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതായ തെറ്റായ നടപടികളിലൂടെ ഹിന്ദു വിരുദ്ധത അനുനിമിഷം തെളിയിക്കുന്ന വിഭാഗങ്ങളാണ് CPM ആയാലും ശരി, ഇവിടുത്തെ കോൺഗ്രസ്സുകാരനായാലും ശരി. മതപ്രീണനമാണ്.
പക്ഷെ ക്രൈസ്തവ സമൂഹം ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹം പ്രശ്നമുണ്ടെങ്കിൽ, ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് തീർക്കാൻ ജസ്റ്റിസ് KT തോമസിനെ പോലെയുള്ള ഉന്നതന്മാരായ വ്യക്തിത്വങ്ങൾ ഇന്ന് ഈ സമൂഹത്തിലുണ്ട്. അല്ലെങ്കിൽ ഇന്ന് എത്രയോ പ്രാവശ്യം സംഘത്തിന്റെ നേതൃത്വവും ക്രൈസ്തവ നേതൃത്വവും കൂടി വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ക്രൈസ്തവർക്ക് നേരെയുള്ള ഒരു അതിക്രമമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചിടത്ത് നിങ്ങൾക്ക് തെറ്റി. ഇത് ഈ പ്രവൃത്തിയോടാണ്, ഈ കൊച്ചു കുരുന്ന് ഹൃദയങ്ങളിലേക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന ബോധ്യം, ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അതിനെ ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തത്. തെറ്റു മനസ്സിലാക്കി എന്തേ പോലീസിനെ വിളിക്കാഞ്ഞത്? HM പോലീസിനെ വിളിക്കാമായിരുന്നല്ലോ, പോലീസിനെ കൊണ്ടുവരാമായിരുന്നല്ലോ, ഇവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കാമായിരുന്നല്ലോ. പക്ഷേ രാത്രിയിലാണ് കേസ് കൊടുക്കുന്നത്. ആ കേസ് കൊടുത്തും വെച്ച് ഇത്തരം ഹീനമായ, അതുകൊണ്ട് ഒരു അറസ്റ്റ് കൊണ്ടോ ഈ ഭീഷണി കൊണ്ടോ ഒന്നും വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകന്മാരെ പിന്മാറുമെന്ന് നിങ്ങൾ കരുതണ്ട. ഇത്തരം സർക്കാർ സംവിധാനങ്ങളെ അല്ലയോ ഞങ്ങൾക്കും വേണം. ഹിന്ദുക്കളുടേതായ ആരാധന സമ്പ്രദായങ്ങളും ആചാരമര്യാദകളും എല്ലാ കലാലയങ്ങളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആഘോഷിക്കുവാനും പ്രചരിപ്പിക്കുവാനും പ്രസരിപ്പിക്കുവാനും ഞങ്ങളെയും അനുവദിക്കണം. ഞങ്ങളെ അനുവദിക്കാതെ, ഞങ്ങളെ അകറ്റി നിർത്തിയിട്ട് ഇവിടെ ചില പ്രത്യേക മത സംവിധാനങ്ങളെ പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത് എങ്കിൽ അതിനെ ഒരു കാരണവശാലും അതിനെ അനുവദിക്കാൻ പറ്റില്ല, അതിനെ അംഗീകരിക്കുകയുമില്ല എന്നത് പകൽ പോലെ വ്യക്തമായ സംവിധാനമാണ്. അപ്പൊ ഇവിടെ ഇത് വാസ്തവത്തിൽ ഇതിനെ ചോദ്യം ചെയ്തത് തികച്ചും ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ്. ഇതിനെ അവര് മാപ്പ് പറഞ്ഞതോടുകൂടി ആ പ്രശ്നം പരിഹരിച്ചതാണ്. അവിടെ അനർത്ഥങ്ങൾ ഒന്നും ഉണ്ടായില്ല. തെറി വിളിച്ചു എന്ന് പറയുമ്പോൾ എന്നാ അതിന്റെ രേഖയൊന്ന് കാണിക്കട്ടെ. ഏതെങ്കിലും എല്ലാ ടീച്ചർമാരുടെ കയ്യിലും 3 ഫോൺ വീതമുണ്ട്. 2 കയ്യിലും ഒരെണ്ണം മടിക്കുത്തിലും വെച്ചേക്കുമെന്നാണ് പറയുന്നത്. എല്ലാ ടീച്ചർമാരും എല്ലാവരും റെക്കോർഡ് ചെയ്യുമല്ലോ, നിങ്ങൾ അതൊന്ന് കാണീര്. പക്ഷെ HM മാപ്പ് പറയുന്നതിന്റെ റെക്കോർഡ് ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങളിത് വിടും, പുറത്തു വിടും. HM മാപ്പ് പറഞ്ഞതിന്റെ വീഡിയോ ക്ലിപ്പ് അടക്കം ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങളത് പുറത്തു വിടും. നാം ആലോചിച്ച് നോക്കണം. വരട്ടെ, കേസ് കോടതിയിൽ വരട്ടെ. അവരിന്ന് ജയിലിലാണ്. അവര് ജയിലിന് പുറത്തു വന്നാൽ അവര് ഹിന്ദുത്വത്തിന് വേണ്ടി നിലകൊണ്ട ഈ സംഭവങ്ങള് ഇപ്പൊ മാത്രമല്ല, ഒരു 10-30 വർഷം മുമ്പ് ആറന്മുളയ്ക്കടുത്ത് ഒരു സ്ഥലത്ത്, മാരാമണിനടുത്താണ്, അവിടെ 7 ദിവസം നടക്കുന്ന മർത്തോമാ സഭയുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു LP സ്കൂളിന്റെ ഗ്രൗണ്ടില് ഒരു മത കൺവെൻഷൻ, 7 ദിവസത്തെ കൺവെൻഷനാണ്. ബൈജു 7 ദിവസവും അവിടെ എന്തായിരുന്നു അറിയാമോ? ഹിന്ദുക്കളെ അപമാനിക്കുന്ന നടപടിയാണ് ചെയ്യുന്നത്. ശ്രീകൃഷ്ണ പരമാത്മാവാണ് ലോകത്തെ ഏറ്റവും വലിയ എയ്ഡ്സ് രോഗി. 16,008 സ്ത്രീകളോട് രമിച്ചതിന്റെ പേരിൽ അദ്ദേഹമാണ് എയ്ഡ്സ് ലോകത്തിന് സംഭാവന ചെയ്തത്. അവിടുത്തെ കൊച്ചു കുട്ടികള് അവര് കൊണ്ടുവന്ന ഒരു പരാതി എഴുതി കൊടുത്തു. അത് നടത്തുന്ന അവിടുത്തെ വികാരി അച്ഛന്റെ കയ്യിൽ കൊടുത്തു. അച്ചോ, ഞങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കരുത്, ഞങ്ങളെ അപമാനിക്കരുത്. അപ്പം നയാ പൈസയുടെ വില കൽപ്പിക്കാതെ ആ കുട്ടികളെ പുച്ഛിച്ച് അവിടുന്ന് ഇറക്കി വിട്ടു. അടുത്ത ദിവസം ശ്രീനാരായണ ഗുരുദേവനായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ കാമവെറിയനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാമവെറി സഹിം കെട്ട് കുടുംബാംഗങ്ങളെ നാളികേരം തലയ്ക്ക് തല്ലിയാണ് അദ്ദേഹത്തെ വധിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗം തുടരുന്ന സമയത്ത് ആ കുട്ടികൾ എന്ത് ചെയ്യുന്നത്? 7 ദിവസം സഹിച്ചിരുന്ന 7ാമത്തെ ദിവസം അവരെന്ത് ചെയ്തു എന്നറിയാമോ? അവര് നിരത്തി കയറി ഒരു പൂശങ്ങ് പൂശി. കൊച്ചുകുട്ടികളാണ്, പൂശി. അവിടെ നാം ആലോചിക്കണം, അന്ന് ഇതേപോലെ KB വത്സലകുമാരി അന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടറാണ്. ഞങ്ങൾ അന്ന് ഇത് തന്നെ പറഞ്ഞു. കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും അവര് പ്രതികരിച്ച ആ കുട്ടികള്, അവര് ജുവലൈൻ ജസ്റ്റിസ് ഹോമിൽ നിന്ന് അവർ പുറത്തു വരുമ്പോ അവരെ പൂമാല അണിയിച്ച് ഞങ്ങൾ ഈ രാജപാതയിലൂടെ അവരെ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. കാരണം ഹിന്ദുത്വത്തെ അധിക്ഷേപിച്ചപ്പോ അതിനെതിരെ അതിശക്തമായി സാമം ദാനം ഭേദം ദണ്ണം അവസാനമാണ് ആ നടപടിയിലേക്ക് കടന്ന്. അതുവരെ പറഞ്ഞു നോക്കി, ബോധ്യപ്പെടുത്തി,
ഒരു ഫലവും ഇല്ല എന്ന് കണ്ട സമയത്ത് പ്രത്യക്ഷത്തിൽ കയറി പ്രതിരോധിച്ചു, പ്രതികരിച്ചു. അതിനുശേഷം ആ ചർച്ചയിലായിരുന്നു കാര്യങ്ങൾ വിശദീകരിച്ചപ്പോ അന്നത്തെ മർത്തോമ സഭയുടെ സഭാ സെക്രട്ടറി ജനറൽ റവറന്റ് ഫാദർ AC കുര്യൻ അദ്ദേഹം എഴുന്നേറ്റു എന്ന് പറഞ്ഞു, ശ്രീ രാജശേഖരൻ സാർ പറഞ്ഞത് 100% സത്യമാണ്, ഞങ്ങൾക്ക് ബോധ്യം വന്നു. ഇനി മേലിൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഇത്തരം യോഗങ്ങൾ തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. അതേമാതിരി തന്നെ ക്രൈസ്തവ സഭാ വിശ്വാസികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സന്ദേഹം ഈ സംഭവത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്നുള്ള പച്ചയായ പരമാർത്ഥം ബോധ്യപ്പെടുത്താൻ തയ്യാറാണ്. അവർ ബോധ്യപ്പെടുന്നതോടുകൂടി ഇവിടെ ഹൈന്ദവനെയും ക്രിസ്ത്യാനിയെയും തമ്മിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ചെന്നായ്ക്കൾക്ക് ഇനിയും ഇവിടുത്തെ ഹിന്ദുവിന്റെയും ക്രൈസ്തവന്റെയും രക്തം കുടിക്കാൻ അവസരം കിട്ടില്ല, യാതൊരു സംശയവും വേണ്ട. അതിന് ഈ ഒരു സാഹചര്യമാണ്. അതിലെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഈ അധ്യാപകര് അവർ ഈ കുട്ടികളിലെ രാഷ്ട്രീയത്തിന്റെ മുൾമുന കടത്തിവിട്ടിട്ട് ജാതിയുടെ വർഗീയതയുടെ ഒക്കെ ഈ പണം വിടർത്തി ആളുകളുടെ എന്താ പറ്റുന്നത്? സംശയത്തിന്റെ നിഴലുകള് അവർക്ക് സംശയം തോന്നുകയാണ്. അമ്മേ ഗണപതി വിത്തല്ലേ എന്ന് AN ഷംസീറിന്റെ പ്രസ്താവന കേട്ട കുട്ടി നാം ആലോചിച്ച് നോക്കണം. അമ്മ നമ്മുടെ ഗണപതി ഭഗവാനൊക്കെ മിത്തല്ലേ? നാം അതേമാതിരിയുള്ള കുൽസിതമായ വർഗീയ പ്രീണനത്തിലൂടെ ഹിന്ദു വിരുദ്ധമായ നിലപാടുകൾ നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ടയുടെ ഭാഗമാണ് ഈ നടപടി. ഇത് വെച്ച് ഉറപ്പിക്കില്ല. ഇതിനെ എന്തു വില കൊടുത്തും അതിനെ നേരിടും. അതുകൊണ്ട് തന്നെ രക്ഷകർത്താക്കളുടെ പരാതി അധികാര സ്ഥാനങ്ങളിൽ എത്തും. ഹിന്ദു സംഘടനകളുടെ പരാതി എല്ലാ അധികാര സ്ഥാനങ്ങളിലും എത്തും. ഈ അധ്യാപക സംഘടനയിലെ അവിടുത്തെ ഹിന്ദുക്കൾ പറയട്ടെ, നിങ്ങൾ ആലോചിക്കൂ, ഇത് മര്യാദയാണോ ഒരു വിഭാഗത്തെ മാത്രം ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനത്തെ നടപടികൾ ചെയ്യാൻ? ഏത് ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അവിടെ മാത്രമായിട്ട്? മറ്റു സ്കൂളുകളിൽ എന്തേ ബൈജു? തിരുവനന്തപുരത്ത് നടന്നിട്ടില്ല, മറ്റു ഒരു ജില്ലകളിൽ നടന്നിട്ടില്ല, ഒരു സ്കൂളിലും നടന്നിട്ടില്ല. അപ്പൊ ഇത് ബോധപൂർവം പാലക്കാട് ഒരു സെൻസിറ്റീവ് പോയിന്റ് ആണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം നടപടികളുമായിട്ട് അവിടെ കടന്നുകൂടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് ക്രൈസ്തവരോടോ അല്ലെങ്കിൽ യേശുദേവനോടോ വിശുദ്ധ ബൈബിളിനോടോ ക്രിസ്തുമസ് ആഘോഷങ്ങളോടോ വിശ്വഹിന്ദു പരിഷത്തിന് യാതൊരു വിധമായ എതിരഭിപ്രായങ്ങളുമില്ലാതെ അവരുടെ പരിപാടികളുമായിട്ട് അവർക്ക് മുമ്പോട്ട് പോകാം. അതിനകത്ത് വിശ്വഹിന്ദു പരിഷത്തിന്റെ കാഴ്ചപ്പാട് സമന്വയത്തിൻ്റെതാണ്, സഹവർത്തിത്വത്തിൻ്റെതാണ്, സഹകരണത്തിൻ്റെതാണ്. പക്ഷേ ഹിന്ദു കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിച്ച് ബലമായി അവരെ ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്ന ഈ അധ്യാപക യൂണിയന്റെ നേതാക്കന്മാരുടെ ഈ നടപടിയെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അതിനെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്ത്, അതിനെതിരെയാണ് ഞങ്ങൾ നിയമ നടപടികളുമായി മുമ്പോട്ട് പോയിട്ടുള്ളത്. നമസ്കാരം. ഓക്കെ, മാന്യപ്രേക്ഷകരെ, നമ്മൾക്കറിയാം ഇപ്പോൾ ഇവിടെ വളർന്നു വരുന്ന കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ടുള്ള അതല്ലെങ്കിൽ അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം എന്നുള്ളത്. ഈ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം തകർക്കാൻ വേണ്ടി പാലക്കാട് ഈ പറയുന്ന നല്ലേളം എന്ന് പറയുന്ന UP സ്കൂളിൽ നടന്ന അതിനീചമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആസൂത്രണം തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പുറത്തു കൊണ്ടുവരുന്നത്. കാരണം നമ്മൾക്കറിയാം, അത്തപ്പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ അതിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കുലർ പുറപ്പെടുവിച്ച സർക്കാർ ഓഫീസുകളിൽ അത്തപ്പൂക്കളം, അതിലെ സർക്കാർ ജീവനക്കാർ അത്തപ്പൂക്കളം ഇടാൻ പാടില്ലെന്ന് സർക്കുലർ കൊണ്ടുവന്നിട്ടുള്ള ഈ നാട്ടിൽ നമ്മൾ കാണുന്നതാണ് മുസ്ലിം സമുദായത്തിന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സമയവും സൗകര്യവും അവർക്ക് ഏത് സമയത്തും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കുന്ന ഇരട്ടത്താപ്പ് നമ്മൾ കാണുന്നതാണ്. നമ്മൾക്കറിയാം, ഇവിടെ 3 മതത്തിന്റെയും ആഘോഷങ്ങൾ എടുക്കുകയാണെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി എടുക്കാം, അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ പരോൾ എടുക്കാം, മുസ്ലിങ്ങളുടെ നബിദിന റാലി എടുക്കാം. ഈ ക്രിസ്മസിന് മാത്രമായിട്ട് ഈ കുട്ടികളെ ഒരുക്കിക്കൊണ്ട് ഇങ്ങനെ പുറത്തു കൊണ്ടുവരിക, അതിലൂടെ ഇവിടെ ഹിന്ദു വികാരം ഇളക്കുക, കുട്ടികളുടെയോ അതല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളുടെയോ ഒരു പെർമിഷനും ഇല്ലാതെ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഇവിടെ ഇളക്കി വിടുന്ന ഈ വർഗീയ വികാരം മുതലെടുത്തുകൊണ്ട് ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളുടെ നെഞ്ചത്തോട്ട് കയറുന്നത് കണ്ടോ എന്ന് കാണിച്ചുകൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ നെഞ്ചിൽ വിള്ളൽ വീണിച്ചുകൊണ്ട് ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉയർന്നു വന്നിട്ടുള്ളത് തകർക്കുക എന്നത് മാത്രമാണ് ഈ പാലക്കാട് നടന്ന സംഭവം എന്നുള്ളത് പച്ചയ്ക്ക് ഇവിടെ വെളിപ്പെടുക തന്നെയാണ്. മാത്രമല്ല, ഈ പരാശേഖരജി വെളിപ്പെടുത്തിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത്
ഈ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ആയിട്ടുള്ള ഹിന്ദു നാമധാരിയുള്ള ആ സ്ത്രീ മാപ്പ് പറയുന്ന വീഡിയോ എന്റെ അടുത്ത് തെറ്റ് പറ്റിപ്പോയി. കാരണം ഒരു സർക്കാർ സ്കൂളിൽ അധ്യാപകമാരുടെ അതിൽ ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയാലും വിടില്ല, ഒരിക്കലും പ്രവൃത്തി ദിനത്തിൽ പ്രവൃത്തി സമയത്തിൽ ഇത് ചെയ്യാൻ പാടില്ല. മാത്രമല്ല കുട്ടികളെ ഒരുക്കിക്കൊണ്ട് പുറത്തോട്ട് ഒരു ഘോഷയാത്രയ്ക്കും കുട്ടികളെ ഒരുക്കി പുറത്തുവിടാൻ പാടില്ല എന്ന ഉത്തരവ് കൂടി ഉണ്ടായിട്ടും അതെല്ലാം ലംഘിച്ചതിന്റെ വലിയ ആ ഒരു ഗൗരവകരമായിട്ടുള്ള കുറ്റകരം ചെയ്തുള്ള ആ സ്ത്രീ ഇവരോട് മാപ്പ് പറഞ്ഞതിന്റെ വീഡിയോ ഉണ്ട് എന്ന് പറയുന്നു. എന്നിട്ടും രാത്രിക്ക് രാത്രി എല്ലാ പരിപാടിയും മാപ്പ് പറഞ്ഞ് പിരിഞ്ഞു പോയ ആളുകളെ രാത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പ്രചോദനം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സ്ത്രീയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചുകൊണ്ട് 3 ഹിന്ദു സംഘടനാ പ്രവർത്തകരെ ജയിലിൽ അടച്ചുകൊണ്ടുകൾ ഈ വലിയ വാർത്താ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്രിസ്ത്യരുടെയും ഈ ഹിന്ദുക്കളുടെയും ഇടയിൽ ഈ വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ അതൊരിക്കലും വിലപ്പോവില്ല എന്നുള്ളത് തന്നെ പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലൈവ് സെഷൻ നമ്മൾ ഇവിടെ വെച്ചത്. ഈ ലൈവ് സെഷനിൽ കൃത്യമായിട്ടും ഈ ഒരു സംഭവം രാജശേഖർജി വിവരിച്ചു എന്ന വിശ്വാസത്തോടെ തന്നെ ഈ സെഷൻ തൽക്കാലം രാജശേഖർജിയുടെ പെർമിഷനോടുകൂടി വൈൻഡപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.